ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, പച്ചക്കറി നടണം എന്ന് പറയുന്നതിൻ്റെ വിലയൊക്കെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ. അപ്പം ഞാൻ നേരത്തെയൊക്കെ നട്ടതുകൊണ്ട് എനിക്ക് ഇപ്പം ഇന്ന് നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും എനിക്ക് കറി വെക്കാനുള്ള പച്ചക്കറികളൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്നോടൊപ്പം കൃഷി ചെയ്ത പലർക്കും അവർക്ക് അന്നന്ന് വേണ്ടുന്നതായ പച്ചക്കറികളൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. അവർ കമൻറ്റ് ബോക്സിലൊക്കെ അവരെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്, എനിക്ക് നല്ലതുപോലെ പച്ചക്കറിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വിളവെടുപ്പും നിങ്ങൾ കുറേയൊക്കെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അത് ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ട് ഇങ്ങനെ നിങ്ങളെ കാണിക്കാറുമുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ. എല്ലാവർക്കും കൃഷി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അന്നേരം ഉണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് നമുക്കൊന്ന് കാണാം. ദിവസവും വേണ്ടുന്ന പച്ചക്കറി നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം വഴുതനങ്ങയൊക്കെ ഉണ്ട്, പച്ചയും വെള്ളയും കൂടെ ചേർന്ന വഴുതനങ്ങ. ഇപ്പം കുറേ പഴക്കം ചെന്നതാണ്. അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നല്ലതുപോലെ പിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടിരുന്നാൽ നമുക്ക് പച്ചക്കറികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് നമുക്ക് കറി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാളരി, നല്ല ഇഷ്ടംപോലെ വാളരിയൊക്കെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ഇപ്പം എല്ലാം മാറി മാറി നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ മാറി മാറി നമുക്ക് ഓരോരോ കറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് മുറ്റി പോകുന്നതിന് മുമ്പായിട്ട് ഇത് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുറ്റിപ്പോയാൽ പിന്നെ ഒരു നാര് മാതിരിയുണ്ട്. ഇത് കറി വയ്ക്കാനൊക്കെ വളരെ സൂപ്പറാണിത്. പച്ചക്കറികളൊക്കെ കിട്ടിയ സ്ഥിതിക്കാനായിട്ട് പച്ചമുളകും കൂടെ വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് പിച്ചെടുക്കാം. മതിയല്ലോ. വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. എന്നാലും നമ്മൾ നട്ട വെണ്ടയ്ക്കാണിത്. അതുകൊണ്ട് ഇതൊക്കെ വിത്തിന് നിർത്തിയിരിക്കുക. 5-6 കാന്താരിയും കൂടെ പിച്ച. കാന്താരിയായി, പച്ചമുളകുമായി. അപ്പം വലുതായ ചീരയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഒരു തോരനുള്ള ചീരയുമായി. അപ്പോൾ ആ ചെറുത് വളർന്ന് വരികയും ചെയ്യും കേട്ടോ. എന്നാലും നമ്മൾ നട്ട ചീരയാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ചീരയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്യാവശ്യം കറിവേപ്പിലയും കൂടെ വേണ്ടി. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടില്ലെങ്കിൽ മോശമല്ല. നല്ലതുപോലെ തളർത്ത് കറിവേപ്പിലയും നിൽപ്പുണ്ട്. അതും നമുക്ക് തണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാം. ചൂടുകാലം ആകുമ്പോൾ തണ്ട് മണ്ട ഒടിക്കാതെ ഓരോ കതർപ്പും മാത്രം ഒടിച്ചെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അത്യാവശ്യം അതിൻ്റെ പച്ചമുളക് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആരോഗ്യമുള്ള പച്ചമുളകാണിത്. എല്ലാത്തിലും നല്ലതുപോലെ പച്ചമുളക് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പച്ചമുളകൊക്കെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നല്ലതാണ്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കടകളിലൊന്നും പോകാതെ ഓടി വന്ന് നമുക്കൊരു പച്ചമുളകൊക്കെ പിച്ചി നമ്മുടെ കറികൾക്ക് ഇടാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ പയർ കട്ട് ചെയ്തെടുക്കാം. ഒരു തോരനും കൂടെ ഒക്കെ വയ്ക്കാം അല്ലേ. കൃഷിയും നടക്കണം, തോരനും വയ്ക്കണം, എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമുക്ക് പയർ ഉണ്ട് നല്ലതുപോലെ പുതുതായിട്ട് പിന്നെ നട്ടുപിടിപ്പിച്ച പയറാണ്. അതിനകത്ത് നല്ലതുപോലെ പയറൊക്കെ പിടിക്കാൻ തുടങ്ങി. നല്ല വയലറ്റ് പയറും കിട്ടുന്നുണ്ട് വേറൊരു പയറിനകത്തുനിന്ന്. അപ്പം ഇത് നമുക്ക് ഈ പയർ നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ എന്തെല്ലാം ആയി നമ്മുടെ മുറ്റത്ത് തന്നെ. അപ്പം എൻ്റെ കൂടെ കൃഷി ചെയ്ത എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും തുടങ്ങാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോണം കേട്ടോ. നമ്മൾ ഗ്രോ ബാഗിനകത്ത് നട്ട കോവലുണ്ടല്ലോ, ഇഷ്ടം പോലെ കാ പിടിക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഞാൻ മീൻ വെട്ടുന്ന വെള്ളമൊക്കെ കൊണ്ടൊഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ ജൈവ വെള്ളമുണ്ടല്ലോ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം കേട്ടോ. എല്ലാ പച്ചക്കറി കൃഷിക്കും ഇഷ്ടം പോലെ കായും ഒക്കെ പിടിക്കുന്നുണ്ട് അതിനകത്ത്. നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും, നല്ല വിളവും തരുന്നുണ്ട്. അപ്പം നമ്മുടെ ടെറസിൽ തക്കാളി നമുക്ക് പിച്ചിയെടുക്കാം.
അപ്പം നമ്മൾ നേരത്തെ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് ഇത്രയും പച്ചക്കറികളൊക്കെ പറിച്ച് കറി വെക്കാനായിട്ടൊക്കെ സാധിക്കും അല്ലേ. അത്യാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുമ്പം അതിൽ കൂടുതൽ എന്താണ് സന്തോഷം നമുക്ക് വേറെ? തോരൻ വയ്ക്കണമോ, മെഴുക്ക് പുരട്ടി വയ്ക്കണോ, എന്താണ് പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ എന്ന് വേണ്ട, കപ്പയ്ക്ക വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം, അച്ചാറിടാം, ചീര പരിപ്പിട്ട് കറി വയ്ക്കാം, എന്ത് വേണം നമുക്ക് വയ്ക്കാം. പച്ചമുളകും ഉണ്ട്, കറിവേപ്പിലയും ഉണ്ട്, തക്കാളിയും ഉണ്ട്, എല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് എങ്ങും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നെ ഫോളോ ചെയ്തവർക്കൊക്കെ ഇങ്ങനെ ഇപ്പം വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ചെയ്യാത്തവർ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക. പെട്ടെന്ന് തന്നെ പിടിച്ചോളും കേട്ടോ. നമ്മുടെ ഒരു ജൈവ സ്ലറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലതാണ്. പിന്നെയും ഞാൻ പറയുകയാണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടിട്ട് അതേപോലെ ചെയ്യുക. പച്ചക്കറികളൊക്കെ നല്ല തഴച്ച് വളരുകയും നല്ലതുപോലെ കാപിടിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ ആവുന്ന സമയത്ത് എപ്പോഴൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലേ. അപ്പം വയ്യ എന്നും പറഞ്ഞിരിക്കാതെ നമുക്ക് ആവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ് 4 മൂട് എന്തെങ്കിലും നടണമെന്ന് അല്ലേ. അപ്പോൾ അതാണ് ഒരു പിന്നെ പഴഞ്ചൊല്ല് പറയുന്നത്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തന്നെ ആവുന്നത്. അപ്പോൾ നമ്മുടെ ആപത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടാൽ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് പിച്ചു കൊണ്ടുവന്നിട്ട് കറിയൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക. ആരും വെറുതെ ഇരുന്ന് സമയം കളയാതെ എപ്പോഴും പിന്നെ ടി വിയിലും മൊബൈലിനകത്തും ഇരുന്ന് സമയം വെറുതെ കളയണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ എല്ലാം വേണം, ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല, എല്ലാം അത്യാവശ്യത്തിന്. പക്ഷേങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടെന്നും അറിയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമല്ല കേട്ടോ, ട്രെൽ എന്ന ആപ്പിലും വരുന്നുണ്ട്. നിങ്ങൾ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.